ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് പറയാം, എനിക്ക് US വിസ കിട്ടി. അതായത് J1 വർക്ക് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞൊരു US വിസ കിട്ടി. അപ്പോൾ അതിൽ ഞാൻ എംബസിയിൽ ചോദിച്ച എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമ്മൾ എങ്ങനെ ആൻസർ പറയണം, എന്തൊക്കെ രീതിയിലാണ് എന്നൊക്കെ, ഇതാണ് നമ്മളെ US വിസ. അപ്പോൾ ഞാൻ എംബസിയിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് കുറിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതായത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞ ടിപ്സും കാര്യങ്ങളും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ്, അതായത് എനിക്ക് എംബസി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ദിവസം 2025 മാർച്ച് 12, ഒരു ചൊവ്വാഴ്ച. ആ ഒരു ദിവസമായിരുന്നു എനിക്ക് എംബസിയിൽ ഡേറ്റ് ഉണ്ടായിരുന്നത്. അതായത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ ദിവസം അന്നായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ എനിക്ക് 10:30 ടൈമിലാണ് എനിക്ക് ഇൻ്റർവ്യൂ ടൈം പറഞ്ഞത്. അതായത് ഞാൻ ചെക്ക് റിപ്പബ്ലിക്കിലാണ്. അപ്പോൾ ഇവിടുത്തെ അമേരിക്കൻ എംബസിയിലാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എംബസീൻ്റെ അവിടെ എത്തി. എംബസീൻ്റെ അവിടെ എത്തിയപ്പോൾ എംബസീൻ്റെ പുറത്ത് തന്നെ നല്ല കുറേ ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാരെല്ലാവരും. എംബസിക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനും ആ ക്യൂവിൽ പോയി നിന്നും. അപ്പോൾ നമ്മൾ ക്യൂ ഇങ്ങനെ ആൾക്കാർ ഓരോരുത്തർ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടും. പിന്നെ അവസാനം നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മളെ പാസ്പോർട്ട് വാങ്ങിച്ച് അവർ നോക്കി. പിന്നെ നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ട്, ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നോക്കി. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ടേൺ ആയപ്പോൾ നമ്മളെ എംബസീൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടു. എംബസിൻ്റെ അകത്ത് കയറ്റി വിട്ടിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ചെക്കിങ് ആണ്. അതായത് നമ്മളെ ദേഹപരിശോധന മൊത്തം ചെക്ക് ചെയ്യും. അതേപോലെ നമ്മളെ ബാഗ് അവിടെ വാങ്ങി വെക്കും, നമ്മളെ ജാക്കറ്റ് കാര്യങ്ങൾ എല്ലാം, നമ്മളെ ഫോണ്, ചാർജർ എല്ലാം. നമ്മളടുത്ത് വെറും ഡോക്യുമെൻറ്റ്സ് മാത്രമുള്ള അവർ തരും. ബാക്കിയൊക്കെ വാങ്ങിച്ച ഒരു ടോക്കൺ നമ്പർ തരും. ആ ടോക്കണും ബാക്കി നമ്മുടെ ഡോക്യുമെൻറ്റ്സും ആയിട്ടാണ് നമ്മൾ എംബസീൻ്റെ അകത്തേക്ക് കയറി പോകുന്നത്. എംബസീൻ്റെ അകത്തേക്ക് കയറി സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. ചെക്കിലെ എംബസി, അമേരിക്കൻ എംബസി സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ അടി കൂടി പോയിട്ട് നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോർ എടുത്ത്. ഈ അടിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് സെക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിൽ പോയി. അവിടെ പോയി ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ പുറത്ത് ക്യൂവിൽ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവിടെ റിസപ്ഷനിലൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ ഇരുന്ന് നമ്മളെ പാസ്പോർട്ട് കൊടുത്തു. കൊടുത്തപ്പോൾ അവർ നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. ഡോക്യുമെൻറ്റ്സ് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ച് തന്നു. എന്നിട്ട് നമ്മളെടുത്ത് ഒരു ടോക്കൺ അവിടെ നിന്ന് എടുത്തു തന്നു. ടോക്കൺ നമ്പർ എടുത്ത് തന്നിട്ട് അവർ നേരെ പറഞ്ഞു എൻ്റെ അടുത്ത് അവിടെ വെയിറ്റ് ചെയ്യുക. ഇനി ടോക്കൺ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നു. അവിടെ ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ടാകും. ആ സ്ക്രീനിൽ കുറേ കൗണ്ടറുകളുണ്ട്. അവിടെ കുറേ കൗണ്ടറുകളുണ്ട്, 6-7 കൗണ്ടറുകളുണ്ട്. അതിൽ ഓരോ 1, 2, 3 നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണിക്കും, നമ്മളെ നമ്പറും കാണിക്കും, ഏതാണ് കൗണ്ടർ എന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ പോകും. അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു. എല്ലാവരും ഇങ്ങനെ വിസക്ക് വന്ന ആൾക്കാർ തന്നെയാണ്. ഞാൻ അവിടെ ഒരു സീറ്റ് ഉണ്ടപ്പോൾ അവിടെ പോയിരുന്നു ഒരു 10-20 മിനിറ്റ് വരെ അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് നമ്മളെ കൗണ്ടറിൽ വിളിച്ചു. അതായത് നമ്മളെ നമ്പർ വിളിച്ചു. കൗണ്ടർ നമ്പർ 4 തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 4 വിളിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ കൗണ്ടറിൻ്റെ അകത്ത് പോയി. കൗണ്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഒരു ലേഡി ഇരുന്നു. ലേഡി നമ്മളെടുത്ത് നമ്മളെ പാസ്പോർട്ട് ചോദിച്ചു. നമ്മളെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. എന്നിട്ട് അവർ 2 ഡോക്യുമെൻറ്റ്സ് മാത്രം നമ്മളെ കയ്യിൽ തന്നു. പാസ്പോർട്ട് അവർ അവിടെ വാങ്ങി വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു അവിടെ പോയിരിക്കും, ഇനി അടുത്ത ടേൺ ആകുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ വീണ്ടും ആ പഴയ സീറ്റിൽ തന്നെ വന്നിരുന്ന്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് വീണ്ടും വെയിറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മളെ നമ്പർ ആ സ്ക്രീനിൽ തെളിഞ്ഞു. അടുത്ത കൗണ്ടർ നമ്പർ 7 തോന്നുന്നു. ആ 7 പോയി നമ്മളെ ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ ഒരാണായിരുന്നു അവിടെ ഇരുന്നിരുന്നത്. അത് നമ്മളെ ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് ആൾ പറഞ്ഞു അവിടെ പോയി വെയിറ്റ് ചെയ്യും, അടുത്ത വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2ാമത്തെ സെക്ഷൻ നമ്മൾ കവറായി. അങ്ങനെ നമ്മൾ 3ാമത്തെ സെക്ഷൻ, അതാണ് മെയിൻ ഇൻ്റർവ്യൂ സെക്ഷനാണ് 3ാമത്തെ. ഫസ്റ്റത്തെ നമ്മളെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. 2ാമത്തേത് നമ്മളെ ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു. 3ാമത്തേതാണ് ഇൻ്റർവ്യൂ. അതായത് നമ്മൾ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ചെയ്യാൻ ഉള്ള സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഒരു 10-15 മിനിറ്റ് വരെ ഇരുന്നു. 3ാമത്തെ ടേൺ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ വീണ്ടും നമ്മളെ നമ്പർ തെളിഞ്ഞു. കൗണ്ടർ നമ്പർ 1 ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. കൗണ്ടർ നമ്പർ 1. അവിടെ ഒരു ആണായിരുന്നു, ഒരു 10-45 വയസ്സിലൊരു ചെറുപ്പക്കാരൻ. ആള് ഫുൾ സെറ്റ് ഇൻസൈഡും വൺ സെറ്റ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ആളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ചെന്നു. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 11-11:30 ആ ടൈമായി. അപ്പോൾ ഞാൻ വിഷ് ചെയ്യുന്നതിന് മുന്നേ ആൾ എന്നെ ഇങ്ങോട്ട് വിഷ് ചെയ്തു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും നേരെ തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ എത്ര കാലമായി ചെക്ക് റിപ്പബ്ലിക്കിൽ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്, എത്ര കാലമായി, ഹൗ ലോങ് വർക്കിംഗ് സ്റ്റഡിങ് ഹിയർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയടിക്ക് 1 ഇയർ എന്ന് പറയാണ്ട് ഞാൻ ഏകദേശം 1 ഇയറും 1 മന്തും കംപ്ലീറ്റ് ആയിരുന്നു ചെക്കിലെത്തിയതിന് ശേഷം. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞു 1 ഇയർ എന്ന് പറയാണ്ട് ഫസ്റ്റ് പറഞ്ഞു ഞാൻ 2024 ഫെബ്രുവരിയിലാണ് വന്നത്. ഇപ്പോൾ 1 ഇയറും 1 മന്തും കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞു.
അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ അടുത്ത് എന്ത് പർപ്പസിനാണ് ചെക്കിലേക്ക് പോകുന്നതെന്ന്, അല്ല അതായത് എന്ത് പർപ്പസിനാണ് US പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്ക് ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, അതായത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനും ഇൻ്റർനാഷണൽ വേറെ രാജ്യത്തുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതേപോലെ അവരൊപ്പം വർക്ക് ചെയ്യാൻ, അവിടുത്തെ അമേരിക്കൻ ബിസിനസ് കൾച്ചർ പഠിക്കാനും ഇതിനൊക്കെ കൂടി നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ J1 വർക്ക് ആൻഡ് ട്രാവൽ സമ്മർ പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തത്. അതുമാത്രമല്ല, അതിലുപരി ഞാനൊരു യൂട്യൂബറാണ്, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഇതിനകം തന്നെ ഞാൻ 10-12 കൺട്രീസ് വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നയാഗര വാട്ടർഫോളിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ പെട്ട ഒരു സ്ഥലമാണ്. അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും അത് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി ഇതാണെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ J1 ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ അത് പറഞ്ഞ്, അത് ഒറ്റ ക്വസ്റ്റ്യനാണ് ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ബ്രീഫായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞത്. എന്തിനാണ് USA പോകുന്നതെന്നുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ആളിൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഏതാണ് യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി അയാൾ സിലീഷൻ യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കണതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഒന്നും പറയാല്ലാതെ അവിടെയാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് ചോദിച്ചു ഏതാണ് കോഴ്സ് എന്ന് ചോദിച്ചു. കോഴ്സ് എന്നിട്ട് ആളെന്നെ പറഞ്ഞു ഇന്ന കോഴ്സാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ആ കോഴ്സാണെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ത്യയിൽ ഏത് കോഴ്സാണ് പഠിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഇന്ന കോഴ്സാണ് പഠിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ മാസ്റ്റേഴ്സ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ആളിൻ്റെ അടുത്ത് ചോദിച്ചത് അങ്ങനെ പിന്നെ ആ സംഭവങ്ങളും ചോദിച്ചതിന് ശേഷം ഇന്ത്യയിൽ ചോദിച്ചു അവിടെ അക്കോമഡേഷൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഇവിടുത്തെ അക്കോമഡേഷൻ ആണോ അതോ USA അക്കോമഡേഷൻ ആണോ. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഇവിടുത്തെ അക്കോമഡേഷൻ ആണോ അതോ USA അക്കോമഡേഷൻ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു USA അക്കോമഡേഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ ഓൾറെഡി എംപ്ലോയർ നമുക്ക് ഓൾറെഡി വർക്ക് റെഡി ആയിട്ട് നമ്മളെ എംപ്ലോയറിൻ്റെ കീഴിലാണ് പോകുന്നത്. എല്ലാം അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ എംപ്ലോയറാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു അതിന് പേയ്മെൻറ്റ് ചെയ്തിട്ടാണോ അതോ പേയ്മെൻറ്റ് ചെയ്യാണ്ടാണ് ഇവിടുന്ന് പോകണമെന്ന് ചോദിച്ചു. ഓൾറെഡി ഞാൻ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ എത്തിയതിന് ശേഷം വീക്കിലിയാണ് പേയ്മെൻറ്റ് റെൻ്റ് അടക്കുന്നത്. അതാണ് നമ്മളെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീക്കിലിയാണ് അവിടെ റെൻ്റ് അടക്കേണ്ടതെന്നും പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എവിടെ എത്രയാണ് റെൻറ്റ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെർ വീക്ക് ഇത്ര എമൗണ്ടാണ് എനിക്ക് റെൻറ്റ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ എമൗണ്ട് നിൻ്റെ കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അവിടെ വീക്കിലി പേയ്മെൻറ്റ് തരും എംപ്ലോയറും, ആ എമൗണ്ട് വെച്ചിട്ടാണ് ഞാനിവിടെ അടക്കാം ഈ റെൻ്റ് അടക്കാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞു. ഇനി അതല്ല, ഇനി അത് തികഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ഫാമിലി ഫാദർ എന്നെ സപ്പോർട്ട് ചെയ്യും, ഫാദർ ബാക്കി ഫണ്ട് തരും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ എത്രയാണ് എമൗണ്ട് നിനക്ക് വർക്ക് ചെയ്യുമ്പോൾ കിട്ടണമെന്ന് ചോദിച്ചു. പെർ അവർ. ഞാൻ പറഞ്ഞു പെർ അവർ എനിക്ക് ഇത്രയാണ് എമൗണ്ടാണ്, ഇത്ര ഡോളറാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണെന്ന് ചോദിച്ചു. അതായത് ആഫ്റ്റർ ഇത് കഴിഞ്ഞിട്ട് ഈ വിസ കാലാവധി കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഞാൻ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരുന്നു എൻ്റെ മൈൻഡിലും. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ച് ഇന്ത്യയിൽ പോകും, കാരണം ഈ ഇയർ ലാസ്റ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അത് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ 1 month 2 month ഞാൻ ഫാമിലിയുടെ ഒപ്പം നാട്ടിൽ നിൽക്കും. അതിന് ശേഷം ഞാൻ തിരിച്ച് ചെക്കിലേക്ക് വരും, കാരണം എനിക്ക് നെക്സ്റ്റ് ഇയർ ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് എക്സാം ഉണ്ട്. അപ്പോൾ എനിക്കത് പ്രിപ്പയർ ചെയ്യണം, അതിന് വേണ്ടിയുള്ള തീസിസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്താണ് ഇപ്പോൾ എൻ്റെ തൽക്കാലം എൻ്റെ പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ കൺവിൻസായി അത്രേ ചോദിച്ചുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്താ ടൈപ്പ് ചെയ്യണമെന്ന് അറിയില്ല, നമ്മൾ പറയുന്നതാണോ അതോ വേറെ എന്താണെന്ന് അറിയില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാൾ നമ്മൾ ഫേസ് ടു ഫേസ് നോക്കിയിട്ടൊന്നുമില്ല. അയാൾ മെയിനായിട്ട് കാര്യമായിട്ട് ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ആക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് പുള്ളി ഇങ്ങനെ നിന്നിട്ട് അവിടെ കയ്യെ രണ്ടുപേരും അവിടെ കുത്തിയിട്ടൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു നീ യൂട്യൂബിൽ എന്ത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇതെന്ത് ഇയാളിപ്പോൾ ഇങ്ങനെ ചോദിക്കണമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ കാര്യത്തിൽ ഞാൻ യൂട്യൂബറാണ്, യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുള്ള കേസ് ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞു. അതാണ് പുള്ളിൻ്റെ അടുത്ത് വീണ്ടും റിപ്പീറ്റ് ആയി ചോദിച്ചത്. യൂട്യൂബിൽ എന്ത് ടൈപ്പ് വീഡിയോസാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഞാനിങ്ങനെ ട്രാവലിംഗ് വീഡിയോസ് ചെയ്യും, അതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യും, സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ്, അതേപോലെ ഫണ്ണി വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ് എല്ലാം അങ്ങനെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഞാൻ കരുതി ഇനിയിപ്പോൾ നമ്മളെ അക്കൗണ്ട് എടുത്ത് സെർച്ച് ചെയ്യോ, അത്ര വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല. പുള്ളി ലാപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ നമ്മൾ അമേരിക്കൻ എംബസി ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളെ സോഷ്യൽ മീഡിയ ഇൻഫർമേഷനൊക്കെ കൊടുക്കണം. അപ്പോൾ പുള്ളി അതൊക്കെ നോക്കി ഇനി സെർച്ച് ചെയ്യുമെന്നൊക്കെ കരുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ചോദിച്ചതിൻ്റെ അടുത്ത് അടുത്തത്, അതായത് ഏത് ലാംഗ്വേജിലാണ് നീ വീഡിയോസ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു
ഞങ്ങൾ മദർ ലാംഗ്വേജ് ആയ മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മെജോറിറ്റി ഫോളോവേഴ്സും ആ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ വീഡിയോസ് ഇട്ടാലും മാത്രമുള്ളൂ റീച്ച് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആയാലും നമ്മളെ മദർ ലാംഗ്വേജിനാണ് പ്രിഫർ ചെയ്യുന്നത്. ആ ടൈപ്പ് വീഡിയോസാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇംഗ്ലീഷിൽ വീഡിയോസ് ഒന്നും ഇടലില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ ഞാൻ നേരെ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ ചില വീഡിയോസിന് സബ് ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുക്കും. കാരണം ഫോറിൻ ആൾക്കാരും കാണുന്നതുകൊണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ സബ് ടൈറ്റിൽ ഇംഗ്ലീഷിലും കൊടുക്കില്ല. എന്ന് വെറുതെ തള്ളി വിട്ടു, ഇംഗ്ലീഷിൽ നമ്മൾ കൊടുക്കില്ല. അപ്പോൾ പുള്ളി ഓക്കെ അതും പറഞ്ഞു. പുള്ളി പിന്നെ അത് കഴിഞ്ഞ് നേരെ എൻ്റെ പാസ്പോർട്ട് ഒന്ന് വാങ്ങിച്ച് നോക്കി. പാസ്പോർട്ട് ആളെ അടുത്തേക്ക് നീക്കി പുറത്തുനിന്ന് വേറെ 2 പേപ്പേഴ്സ് എടുത്ത് തന്നിട്ട് പറഞ്ഞു കൺഗ്രാറ്റ്സ് എന്നല്ല, നമുക്ക് ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ ആൾ സംസാരിച്ച് പിന്നെ പറഞ്ഞു ഈ പാസ്പോർട്ടിൻ്റെ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഷീറ്റ് തന്നു. അതായത് എൻ്റെ പാസ്പോർട്ട് US എംബസിയിലാണ് എന്നുള്ള ഒരു ഫോമാണ് പോലീസ് എന്തെങ്കിലും പിടിച്ചാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ വേറെ പാസ്പോർട്ട് ട്രാക്ക് ചെയ്യാനുള്ള ഒരു പേപ്പറും തന്നു. ഈ 2 പേപ്പർ ഡോക്യുമെൻറ്റ്സ് നമുക്ക് തന്നിട്ട് പറഞ്ഞു ഓക്കെ പാസ്പോർട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി വരും, മെയിൽ വരും എന്ന് പറഞ്ഞു. ഓക്കെ ഇത്രേ ഉള്ളൂ. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ അടുത്ത് എംബസിയിൽ. അതായത് ഇത് പലർക്കും പല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ മാത്രമുള്ളൂ ചോദിച്ചത്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ പറയാം. പിന്നെ അവരെ മൂഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് വിസ തരണ്ടേ എന്നൊരു 50 അല്ല ഒരു 75% അവരെ മൂഡ് അനുസരിച്ചാണ്. ബാക്കി നമ്മളെ പെർഫോമൻസ് 25% നമ്മൾ പെർഫോമൻസ്, ബാക്കി 75% അവരെ മൂഡ് അനുസരിച്ച് നമ്മളെ ഭാഗ്യം എന്നൊക്കെ പറയാൻ സെറ്റപ്പിലാണ് ഈ USA വിസേൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അമേരിക്കൻ എംബസിയിൽ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ ആൻസർ ചെയ്തത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. US വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.